സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. PSC പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ഈ പരീക്ഷകൾക്കുള്ളവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും ഒന്നും കൂടി റിവൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മഹാത്മാഗാന്ധി വാർധാ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ച വർഷം ഏതാണ്? അപ്പോൾ വാർധാ വിദ്യാഭ്യാസ പദ്ധതി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാത്മാഗാന്ധിയാണ്. ഏത് വർഷമാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് എന്ന് ചോദിച്ചാൽ 1937 1937. കേരള ഗാനമായി അംഗീകരിച്ച ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനം രചിച്ചത് ആര്? ബോധേശ്വരനാണ്. ബോധേശ്വരൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. KM മുൻഷി. ആന്ത്രാക്സിന് കാരണമാകുന്ന ബാക്ടീരിയ, ആന്ത്രാക്സിന് കാരണമാകുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണ്. ബാസിലസ് ആന്ത്രാസിസ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോ തുരുത്തിലാണ്. മൺട്രോ തുരുത്ത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധൻ. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയതാരാണ്? ആലത്തൂർ ശിവയോഗിയാണ്. ആലത്തൂർ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത്. മൾബറി കൃഷി ഏത് പേരിൽ അറിയപ്പെടുന്നു? മൾബറി കൃഷി മോറികൾച്ചർ. മോറികൾച്ചർ. മൾബറി കൃഷി. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസ്. വിഷമദൃഷ്ടിക്ക് ഉപയോഗിക്കുന്നത് ഏത് ലെൻസാണ്? സിലിണ്ട്രിക്കൽ ലെൻസ് ആണ്. സിലിണ്ട്രിക്കൽ ലെൻസ്. ഗാന്ധി ഭൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ രക്തസാക്ഷി. ഗാന്ധി ഭൂരി എന്നറിയപ്പെടുന്നത് മാതങ്കിനി ഹസ്രയാണ്. മാതങ്കിനി ഹസ്ര. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ്. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ്. ബൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ബൈക്കസ്പിഡ് വാൽവ്. ഇരുമ്പിന്റെ മാംസപേശികളും മുരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യമെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഇരുമ്പിന്റെ മാംസപേശികളും മുരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യമെന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം ഏത്? കലഹാരി മരുഭൂമി രൂപപ്പെടുന്നതിന് കാരണമായ സമുദ്രജല പ്രവാഹം ബെൻഗ്വേല പ്രവാഹമാണ്. ബെൻഗ്വേല പ്രവാഹം. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ആരാണ്? വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ A. ഫ്ലെമിംഗ് ആണ്. ജോൺ A. ഫ്ലെമിംഗ്. ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയിലാണ് പോറ്റി ശ്രീരാമുലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത്? ആന്ധ്രാപ്രദേശിലെ ഏത് ജില്ലയാണ് പോറ്റി ശ്രീരാമുലുവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടത്? നെല്ലൂരാണ്. നെല്ലൂർ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ വർഷം ഏതാണ്? മടങ്ങിപ്പോയ വർഷം 1929 1929 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മഴക്കാട് ദിനം ജൂൺ 22. ജൂൺ 22 ലോക മഴക്കാട് ദിനം. കൊല്ലവർഷം 1112 തുലാം 27 പ്രസിദ്ധമായ വിളംബരം ഏത്? കൊല്ലവർഷം 1112 തുലാം 27 പ്രസിദ്ധമായ വിളംബരം ഏതാണ്? ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. ക്ഷേത്ര പ്രവേശന വിളംബരം. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ഏതാണ് വർഷം? 1997 1997 തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി ഏതാണ്? ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയ കൃതി ഓടക്കുഴലാണ്. ഓടക്കുഴൽ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആദ്യത്തേത് ആരായിരുന്നു? ജസ്റ്റിസ് പരീതു പിള്ള. ഏത് പരിസ്ഥിതി പ്രവർത്തകയുടെ ഓർമ്മക്കുറിപ്പുകളാണ് തല കുനിക്കാതെ അല്ലെങ്കിൽ അൺബോവ്ഡ്? അൺബോവ്ഡ് എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? വാങ്കാരി മാതായുടെ ഓർമ്മക്കുറിപ്പുകളാണ് തല കുനിക്കാതെ അല്ലെങ്കിൽ അൺബോവ്ഡ് എന്നത്.
10+2+3 എന്ന രീതിയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 10+2+3 ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. മനുഷ്യനിൽ ഏത് ഹോർമോണിന്റെ കുറവാണ് വാമനത്വത്തിന് കാരണമാകുന്നത്? വാമനത്വത്തിന് കാരണമാകുന്നത് സൊമാറ്റോട്രോപ്പിന്റെ കുറവാണ്. സൊമാറ്റോട്രോപ്പിൻ. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ഭാരതപ്പുഴയിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാം. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏത്? ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇടുക്കി. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഇടുക്കി ഡാമാണ് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. മയിൽപീലി തൂക്കം എന്നറിയപ്പെടുന്ന കലാരൂപം? മയിൽപീലി തൂക്കം അർജുന നൃത്തമാണ്. അർജുന നൃത്തം. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ്? മാനുവൽ ഒന്നാമനാണ്. മാനുവൽ ഒന്നാമനാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം ഏതാണ്? 2012 2012. പ്രതിധ്വനി ഉണ്ടാകുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? പ്രതിധ്വനി 17.2 മീറ്റർ ആണ്. 17.2 മീറ്റർ. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വിസിൽ ഏതാണ്? നായ്ക്കളെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ്. ഗാൾട്ടൺ വിസിൽ. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 20 ലോകസഭാ മണ്ഡലങ്ങളാണ്. കീടനാശിനി പാക്കറ്റിലെ ചുവന്ന ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു? ചുവന്ന ത്രികോണം സൂചിപ്പിക്കുന്നത് മാരകമായ വിഷാംശത്തെയാണ്. മാരകമായ വിഷാംശത്തെ സൂചിപ്പിക്കുന്നു ചുവന്ന ത്രികോണം. ധനബിൽ പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്? ധനബിൽ അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ലോകസഭ. ഭീമൻ പാണ്ഡ ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടന? ഭീമൻ പാണ്ഡ WWF ആണ്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഭീമൻ പാണ്ഡ ചിഹ്നമായിട്ടുള്ള അന്തർദേശീയ സംഘടനയാണ് WWF. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം? ഓഫിയോളജി. പാമ്പുകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ഓഫിയോളജി. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് പെരിയാറാണ്. പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ദേവഭൂമി ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ? ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു വാസോപ്രസിൻ. ദേശകാര്യം, പ്രതിരോധം, വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിംഗ്, പൗരത്വം തുടങ്ങിയ അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിംഗ്, പൗരത്വം തുടങ്ങിയവ അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ദേശസേവികാ സംഘം എന്ന വനിതാ സന്നദ്ധ സേന രൂപീകരിച്ചത് ആര്? ദേശസേവികാ സംഘം രൂപീകരിച്ചത് അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാൻ. ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 മില്ലി-ലിറ്റർ. 300 മില്ലി-ലിറ്റർ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. നദികളുടെ ഒഴുക്കിന്റെ ഫലമായി രൂപം കൊള്ളുന്ന താഴ്വരകൾ? നദികളുടെ ഒഴുക്കിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന താഴ്വരകളാണ് വിരൂപ താഴ്വരകൾ. വിരൂപ താഴ്വരകൾ. തിരയിലെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ എങ്ങനെ വിളിക്കുന്നു? തിരയിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് തിരാശിഖരം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി? ദക്ഷിണ ഭഗീരഥി പമ്പ നദിയാണ്. പമ്പ. ലോക്തക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? ലോക്തക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. മണിപ്പൂർ. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം? ഭഗീരഥി അളകനന്ദയുമായിട്ട് ചേരുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. ദേവപ്രയാഗ്. ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഹാൽഡിഗഡ് ചുരം സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. ആരവല്ലി. പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം? പ്രകൃതി സ്നേഹികളുടെ ബൈബിൾ സൈലന്റ് സ്പ്രിംഗ് ആണ്. സൈലന്റ് സ്പ്രിംഗ്. രചയിതാവ് റേച്ചൽ കാഴ്സൺ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ച തീയതി?
2018 മാർച്ച് 21 കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത് എന്ന് ചോദിച്ചാൽ ചക്കയാണ് പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. മനുഷ്യ ശരീരത്തിലെ കൊഴുപ്പ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്കിൻ ഫോൾഡ് കാലിപ്പർ ആണ്. സ്കിൻ ഫോൾഡ് കാലിപ്പർ. അയഡൈഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം. അയഡൈഡ് ഉപ്പ് ഏതാണ്? ഗോയിറ്റർ ആണ്. ഗോയിറ്റർ. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് വൻകരകളെയാണ്. വൻകരകൾ. സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു അണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? നാവിക കലാപത്തെയാണ്. നാവിക കലാപം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ഏത്? സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം ചാലിയാറാണ്. ചാലിയാർ. സ്മൃതി മന്ദാന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. റബ്ബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം ഫംഗസ് ആണ്. ഫംഗസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ്. ഡൽഹി മെട്രോ. കാങ്കർവാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാങ്കർവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിന്റെ പ്രതിപാദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദത്തിന്റെ പ്രതിപാദ്യം സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയൻ. സൈബർ നിയമങ്ങൾ അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിൽ വരുന്നു. സൈബർ നിയമങ്ങൾ. സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ 1984 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം ഏത്? ഓപ്പറേഷൻ മേഘദൂത് ആണ്. ഓപ്പറേഷൻ മേഘദൂത്. ഏതിന്റെ അയിരാണ് സ്പിറിലൈറ്റ്? സ്പിറിലൈറ്റ് പ്ലാറ്റിനത്തിന്റെ അയിരാണ്. പ്ലാറ്റിനം. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത്? ഓസോൺ പാളി നാക്രിയസ് മേഘങ്ങളാണ്. നാക്രിയസ് മേഘങ്ങൾ. ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത്. ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത് അമൃത ഷർഗിലാണ്. അമൃത ഷർഗിൽ. അച്ചനാകാമർ അമർ കാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അച്ചനാകാമർ അമർ കാണ്ടക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. വിൽസൺ ഗ്രേറ്റ് ബാച്ച്. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ് ആണ്. നെഫോസ്കോപ്പ്. ദിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം. ദിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം 1901 ആണ്. 1901. ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കാർഷിക മേഖല പ്രദേശം ഉത്തരേന്ത്യൻ സമതലങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ്. ധവള വിപ്ലവം. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ് ആണ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫിറ്റാലിസ്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1965. 1965. ലോക പക്ഷാഘാത ദിനം. ലോക പക്ഷാഘാത ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 29. ലോക പക്ഷാഘാത ദിനം. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ്? അഭയാരണ്യം ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് പിൻവലിച്ച വർഷം. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം പിൻവലിച്ചത് 1934 ആണ്. 1934. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏത്? സാർക്കോമ. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് ആര്? VT ഭട്ടതിരിപ്പാട്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41. ആകെ നദികൾ എത്രയാണ് കേരളത്തിൽ? 44. 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. കുറുവാദ്വീപ് ഏത് നദിയിലാണ്? കുറുവാദ്വീപ് കബനി നദിയിലാണ്. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? ഗോൾഡൻ ത്രഷോൾഡ്
സരോജിനി നായിഡുവിൻ്റെ രചനയാണ്. സരോജിനി നായിഡു. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി ഏതാണ്? ഇന്ത്യയാണ്. പഹൽഗാം ഭീകരരെ പിടിക്കാൻ നടത്തിയ സംയുക്ത സൈനിക നീക്കം ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് എവിടെ? ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് ആനന്ദിലാണ്, ഗുജറാത്തിലെ ആനന്ദിൽ. RBIയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സീരീസ് ഏതാണ്? RBI അൺലോക്ഡ് ബിയോണ്ട് ദി റുപ്പി. RBI അൺലോക്ഡ് ബിയോണ്ട് ദി റുപ്പി. കടൽക്കാറ്റ് ചലിക്കുന്നത് ഏത് ദിശയിൽ നിന്നും ഏത് ദിശയിലേക്കാണ്? കടൽക്കാറ്റ് കടലിൽ നിന്നും കരയിലേക്കാണ്. കടലിൽ നിന്നും കരയിലേക്ക്. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്കയാണ്. അമേരിക്ക. അന്താരാഷ്ട്ര കടുവ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങുന്നതിനായി പ്രധാനമന്ത്രിയുടെ പേരിൽ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. വാന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. വാന്ധാര മൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? അഗ്നിബാൺ ആണ്. അടുത്ത ചോദ്യം, ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 10 ആണ്. ജനുവരി 10. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജനദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ യുവജനദിനം സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്, ജനുവരി 12. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിന്റെ കിരീടം കണ്ണൂരാണ്. കണ്ണൂർ. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടേതാണ് വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ച വർഷം? ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. അംഗീകരിച്ചത് 2008 ആണ്. 2008 നവംബർ 4. ആരുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 1. ആരുടേതാണ്? ബിതൻ ചന്ദ്ര റോയ്. BC റോയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രശസ്ത ഭിഷങ്കുരനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്നു ബിതൻ ചന്ദ്ര റോയ്. BC റോയ്. ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജം ഏത് രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? ശബ്ദോർജം കാന്തികോർജമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ കൃത്രിമ ഹൃദയമേന്ത്? ജാർവിക് 7. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ലാറ്ററൈറ്റ് മണ്ണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാറിൻ്റെ തീരത്താണ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ടു ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതി ആംശിക സേചനം. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ട് ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതിയാണ് ആംശിക സേചനം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം ലിഥിയം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് ചലനമാണ്? വർത്തുള ചലനം. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് പ്ലൂറ. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി ഏതാണ്? അഗക്കാമ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്? ഊർജ സംരക്ഷണ നിയമം ആൽബർട്ട് ഐൻസ്റ്റീൻ.
പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയി മാർട്ടിൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? നെഹ്റു ആണ്. കണ്ണീർ വാതകമായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം ഏത്? ബെൻസൈൽ ക്ലോറൈഡ്. ബെൻസൈൽ ക്ലോറൈഡ്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതിനാലാണ്. ഫോസ്ഫറസ്. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരഞ്ചൈറ്റിസ്. നാസോഫാരഞ്ചൈറ്റിസ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60 ആണ്. അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം ഏത്? അമീബ. പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏത്? ടോൾസ്റ്റോയ് ഫാം ആണ്. ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1934. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം പാനിപ്പത്താണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമേത്? ശനി. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏത്? ഹൃദയത്തെ പൊതിയുന്നത് പെരികാർഡിയമാണ്. പെരികാർഡിയം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ്. SA നോഡ്. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ്. SA നോഡ്. ഒരു ഹൃദയ സ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡ്. സാധാരണ മനുഷ്യൻ്റെ ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ ശരാശരി 72 തവണയാണ്. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 10 to 15 days ആണ്. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥയാണ് ലുക്കീമിയ അഥവാ രക്താർബുദം. മനുഷ്യ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ഏതാണ്? പ്രതിരോധ ശേഷി നൽകുന്നത് ശ്വേതരക്താണുക്കളാണ്. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസന് നോബൽ സമ്മാനത്തിന് അർഹമായ വർഷമേത്? ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം ഏതാണ്? 1906 ആണ്. 1906. കുടുംബക്കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? കുടുംബക്കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? മഞ്ഞയാണ്. മഞ്ഞ. ബോധിസത്വ പത്മപാണി ചിത്രം എവിടെയാണ് കാണപ്പെട്ടത്? ബോധിസത്വ പത്മപാണി ചിത്രം അജന്ത ഗുഹയിലാണ്. അജന്ത ഗുഹ. തിരുവിതാംകൂറിലെ മഗ്നപാട്ട് എന്നറിയപ്പെടുന്നത്? തിരുവിതാംകൂറിലെ മഗ്നപാട്ട് പണ്ടാരപ്പാട്ട് വിപ്ലവമാണ്. പണ്ടാരപ്പാട്ട് വിപ്ലവം. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഉപ്പാണ്. സോഡിയം ക്ലോറൈഡ്. ഉപ്പ്. സോഡിയം ക്ലോറൈഡ്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒംബ്ലാങ്കേറ്റ. ഏത് പർവ്വത നിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി? ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ട പർവ്വത നിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് പശ്ചിമഘട്ടം. ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു? ആര്യഭട്ടയുടെ ഭാരം 360 കിലോഗ്രാം ആയിരുന്നു. 360. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ് ഏതാണ്? അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേര് ജെറ്റ് പ്രവാഹം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി ആണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത്
അവസാദ ശിലകൾ. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കേരളത്തിലെ കായാന്തരിത ശിലകളാണ്. 1 കിലോ സ്വർണം എത്ര പവനാണ്? 125 പവനാണ് 1 കിലോ സ്വർണം. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപാലാനിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആര്? നന്ദലാൽ ബോസ്. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറായിയിലാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി? ലൂണി. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം? മാധ്യമം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റിയ വർഷം? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം 1957 തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ദാമൻ ഗംഗ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ദാമൻ ഗംഗ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കൃതിയാണ്? തകഴി രചിച്ച കഥയാണ് തലയോട്. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. കാർബൺ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ 14-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് PC മഹാലാനോബിസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമേത്? സാന്തോഫിൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് നേടിയ കൃതി ഏത്? ഓടക്കുഴൽ. G ശങ്കരക്കുറുപ്പിന്റെ കാവ്യ സമാഹാരം ഓടക്കുഴൽ ഏത് വർഷമാണ്? 1965. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? ഭൂപടത്തിന്റെ മുകൾ ഭാഗം സൂചിപ്പിക്കുന്നത് വടക്കു ദിക്കിനെയാണ്. പിള്ളവാതം എന്നറിയപ്പെടുന്ന രോഗം? പിള്ളവാതം. പോളിയോ. ആപേക്ഷിക ആർദ്രത അളക്കുവാനുള്ള ഒരു ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാകുന്നതിന് കാരണം ഉത്പതനം എന്ന പ്രതിഭാസമാണ്. പാലിയൻ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചതാരാണ്? KK കൗസല്യാണ്. KK കൗസല്യ. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ത്രിപുര. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം ഏത്? സാന്താൾ കലാപം. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത്? ശബരി ആശ്രമം TR കൃഷ്ണസ്വാമി അയ്യർ. വള്ളത്തോൾ നാരായണ മേനോൻ ആരംഭിച്ച കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കി. മലബാർ കലാപം നടന്ന വർഷം? 1921. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? 1950 ജനുവരി 26. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തര മഹാസമതലം. പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഒലെ റോമർ. ഊർജത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ. സതി നിരോധിച്ച ഗവർണർ ജനറൽ? വില്യം ഹെൻറിക് പ്രഭു. അവസാനത്തെ ചോദ്യം, ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് ആര്? മഹാത്മാ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.